ഈ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ജനമല്ലേ, അല്ലെ? ഞാനും ആ ജനത്തിൽ പെടുന്ന ആളാണ്. അപ്പം ഈ ക്യാരക്ടർ ചെയ്തില്ലെങ്കിൽ ഞാനും ആ പ്രേക്ഷകനാണ്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് ചെയ്യാവുന്നത് ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. മുമ്പിൽ നിൽക്കുന്നുള്ളൂ. എനിക്ക് മുമ്പ് നല്ല കൃത്യമായ ബ്രീഫ് കിട്ടി, 1 ഡേ കൃത്യമായ ഒരു ബ്രീഫ് കിട്ടി. ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വന്ന് സ്ക്രീൻ പ്ലേ നല്ലപോലെ പറഞ്ഞു തന്ന് ഞാൻ ചെയ്യേണ്ട സീൻസ് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് എൻ്റെ ശ്രുതിയായിട്ട് ഡയലോഗ്സ് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ബ്രിക്ഷൻ ഷൂട്ട് ചെയ്യുന്നത്. അത് പെട്ടെന്ന് നിന്ന് നീ ചെയ്തോന്ന് പറയല്ല, നമുക്ക് ഈക്വൽ നല്ലപോലെ ഫ്രീഡം തരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സിനിമയ്ക്കാണ് ഈ അടുത്ത കാലത്ത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും റിവ്യൂ വരെ വന്നതിന് ശേഷം ഒരു 3-ാം ദിവസം നമ്മൾ വീണ്ടും ആ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംവിധായകൻ ഉണ്ടാവുന്നത് മലയാളത്തിൽ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ചോദിക്കും ഞാൻ പറയാം എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംവിധായകൻ എനിക്കറിയില്ല. അതും അതിന്റെ കാരണം കൂടി ഷൈൻ പറഞ്ഞല്ലോ. ഇതൊരു അഡൽ കോമഡി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും റിവ്യൂ പറയുന്നിടത്ത് നമുക്ക് കാണാം പല ആൾക്കാരും റിവ്യൂ ഉണ്ടാതിരിക്കണം. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ നല്ല രസമുള്ള റിവ്യൂസ് പറഞ്ഞവരുടെ അവരുടെ റിവ്യൂവിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ സിനിമയെ പറ്റി അഭിപ്രായം എന്തോന്ന് ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും അങ്ങനെ ചോദിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ എബ്രിഡ് ഷൈന്റെ സിനിമ സക്സസ് ആയി നടത്തും. എബ്രിഡ് ഷൈന്റെ സിനിമ സംസാരിക്കുന്നതാണ് പകൽമാന്യന്മാരെ കുറിച്ചും രാത്രി 11:30 കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം കാണിക്കുന്ന തമാശകളില്ലേ, ഇല്ലേ? നമുക്ക് വീണ്ടും ബെഡ്റൂമിലേക്ക് കയറിയാൽ നമ്മള് ലൈറ്റ് ഓഫ് ആക്കണമെന്ന് പറയാം. നീ കല്യാണം കഴിച്ചോ? ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാൻ മാറുന്നാൽ നമ്മളോട് നമ്മുടെ ഭാര്യ പറയും നീ കേൾക്കണം, ഞാൻ ധൈര്യമായിട്ട് പറയല്ലേ, അല്ലേ? ബെഡ്റൂമിലേക്ക് കയറിയ ഉടനെ ലൈറ്റ് ഓഫ് ആക്കാൻ പറയുന്ന ഭർത്താക്കന്മാർ നമുക്കുള്ളത് നമ്മുടെ നാട്ടില് പ്രധാനമായിട്ടുള്ളത്, അല്ലേ? നിനക്കറിയില്ല, സോറി, നീ ഇതറിയണം. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള പറഞ്ഞല്ലോ മാസ്ക് വെച്ചിട്ടുള്ള കുറേയേറെ സ്ത്രീകളാണ്. അവരവരുടെ പ്രൊഫഷൻ എന്നിട്ട് വരാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഞാൻ ബ്രിക്ഷനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആദാമിന്റെ ഭാര്യയിൽ ഒരു ഗംഭീര സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർക്കുന്നുണ്ടോ? 4th വാൾ പൊളിച്ചു പോകുന്ന നായികമാരാണ് സിനിമയിൽ. ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഫിലിമാണത്. ആ സിനിമയുടെ ക്ലൈമാക്സ് അങ്ങനെയാണ്. അപ്പം ഈ സിനിമയിൽ വളരെ ബോൾഡായിട്ട് വളരെ ധൈര്യമായിട്ട് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? അഡൽസ് ഓൺലി സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അനൗൺസ് ചെയ്തിട്ട് മേജർ രവിയെ പോലെ ഒരു സംവിധായകൻ അമിതാഭ് ബച്ചനെ വെച്ച് പടം ചെയ്തിട്ടുള്ള ആളാണ് മേജർ രവി. ഓഫ്കോഴ്സ് അതിനൊക്കെ ശേഷം ദിനേശ് പ്രഭാകർ, ഓഫ്കോഴ്സ് ഇവിടെ വരാത്ത പല ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ മറ്റു പല പടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സിനിമയുടെ പ്രൊമോഷൻ, അതിനുശേഷം അതിന്റെ റിവ്യൂ, അത് കഴിഞ്ഞിട്ട് പ്രസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നവിടെ ധൈര്യമായിട്ടിരിക്കുക. ഒരു 10 വർഷം സങ്കല്പിക്കാൻ പറ്റുമോ? ആ A സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിന്റെ കാര്യം നേരത്തെ സംസാരിക്കുന്നത്. അപ്പോ ഇത് ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ വളരെ ഒരു രീതിയിലും മറ്റു രീതിയിലും നമ്മൾ പ്രിറ്റൻഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവേണ്ടി വരുന്നത്, ഇതിന്റെ സബ്ജക്ട് ഡിസ്കഷൻ ആവുന്നത്. എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഒരിടത്തും ഈ സ്പൈ ബേസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള സിനിമ ഉണ്ടായിട്ടില്ല. ചില കുറേയേറെ പേരുടെ സ്പെക്കുലേഷൻസ് ഉണ്ട്, മുൻവിധികളുണ്ട്, മുൻധാരണകളുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ ഉള്ളിലേക്ക്, എനിക്ക് പേഴ്സണലി പോലും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റി ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്ന് എനിക്ക് കൂടി പേഴ്സണലി ആലോചിക്കാൻ പറ്റി ഈ സിനിമയെ പറ്റി. ഈ സിനിമയുടെ ഡിസ്കഷൻ കഴിഞ്ഞ് ഇതിന്റെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോയിരുന്നു ആലോചിച്ചു. മറ്റൊരു സിനിമയ്ക്ക് ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു സിനിമ നേരത്തെ ഷൈൻ പറഞ്ഞതുപോലെ ഒരു സിനിമ കഥ നമ്മൾ പറഞ്ഞു പോയി. ഞാനും 10-80 പടങ്ങളിൽ ചെറിയ ചെറിയ റോളുകൾ അഭിനയിക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് പുതിയതാണ്. അപ്പോ അങ്ങനെ ഭയപ്പെടുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഭയപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ചുരുക്കി വന്നാല് നിങ്ങളൊന്നും ആയിരിക്കില്ല ഇടുകയെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞ സാധനങ്ങൾ ഇടുക. എന്നാലും ഞാൻ പറയാണ്, ശരിക്കും നമ്മൾക്ക് എന്താ പറയാ, ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അതിന് കിട്ടിയ അപ്രീസിയേഷൻ. ടോർച്ചറിങ് സാർക്ക് 2ാമത് എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയത് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ വിളിച്ചത് നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ്. ഞാനിത് കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുക. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പറഞ്ഞല്ലോ ഡോക്ടറായിട്ട് ഞാൻ വരുന്നു, ഡോക്ടറായിട്ട് വന്നിട്ട് ഞാൻ ഉള്ളിൽ ചെല്ലുമ്പോ എന്റെ ഉള്ളിലെ ഡിസൈർ ആണ് ഞാൻ പറയുന്നതെങ്കിൽ ഡോക്ടർ സാർ പറഞ്ഞതുകൊണ്ടാണ്. ഡോക്ടർ എന്ന് പറഞ്ഞല്ലോ, ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിവേസ്, എനിക്ക് ഡോക്ടർ അല്ലെങ്കിൽ വക്കീല് അല്ലെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറെ കാലമായിട്ട് ക്ലീഷേഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി എബ്രിഡ് ഷൈൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരാളെ വിളിക്കുമ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ എബ്രിഡ് ഷൈൻ സംവിധാനങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് അവരൊക്കെ എത്തിയതെന്നാണ് ഞാനും എന്നോട് ഒരു പറഞ്ഞത്.